നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന തങ്ങളുടെ രണ്ടാമത്തെ മത്സരം നാളെ കളിക്കാനിറങ്ങുന്നു. നാളെ രാത്രി ഇന്ത്യൻ സമയം 10:30 ഓസ്ട്രിയയുമായിട്ടാണ് അവർ കളിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ കോൺറാഡ് ലൈമർ, ബയൺ മ്യൂണിക്കിൻ്റെ താരം, ഓസ്ട്രിയയുടെ താരം, ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. അർജൻറ്റീന വേൾഡ് ചാമ്പ്യൻ ആണെന്നും ലോകത്തെ ബെസ്റ്റ് ടീമാണെന്നും അവർക്ക് ലിയോ മെസ്സിയെ പോലുള്ള ഒരു പ്ലെയർ ഉണ്ടെന്നും അർജൻറ്റീന ഒരു സ്പെഷ്യൽ ടീമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതേസമയം ഓസ്ട്രിയ പോരാടും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് റിപ്പോർട്ടിൽ നമ്മൾ നോക്കാം. അദ്ദേഹം പറയുന്നു, അർജൻറ്റീന വേൾഡ് ചാമ്പ്യൻസാണ്, അതുകൊണ്ട് തന്നെ അവരാണ് ബെസ്റ്റ് ടീം. പിന്നെ മെസ്സി ബെസ്റ്റ് പ്ലെയറാണ്. കൂടാതെ അങ്ങനെയുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ നേരിടുക എന്നുള്ളത് ഞങ്ങൾക്കും ഗുണകരമാണ്. കാരണം ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു അവസരമാണത്. പിന്നെ അർജൻറ്റീന ഒരു സ്പെഷ്യൽ ടീമാണ് വിത്ത് എ ലോട്ട് ഓഫ് ക്വാളിറ്റി. ഒബ്വിയസ്ലി ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ കേപ്പബിലിറ്റി എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ ഞങ്ങളും റെഡിയാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റ് 2 മത്സരങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി ലൈമർ പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ ഇപ്പോൾ അവർ ജോർദാനെതിരെ മികച്ചൊരു വിജയം നേടിക്കൊണ്ടാണ് വേൾഡ് കപ്പിൽ തുടക്കമിട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ അവർ സേഫായിട്ട് തന്നെ ചെയ്തിട്ടെന്ന് പറയാം. 3-1 റിസൾട്ടാണെന്ന് അവർ നേടിയിരുന്നത്. ഇനി അർജൻറ്റീനയ്ക്കെതിരെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. റാൽഫ് റാഗ്നിക്കാണ് അവരുടെ കോച്ച്. അപ്പോൾ ലൈമർ ടീമിനെ കുറിച്ച് പറയുന്നു, ഈ ടീമിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ടീമാണ്. പക്ഷെ പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു റിയൽ ടീമാണ്. ഈ ടീമിൻ്റെ ഒത്തൊരുമയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും ഇതൊരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ദേശീയ ടീമിനോടൊപ്പം കളിക്കാനും അതുപോലെ തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയ നേട്ടങ്ങൾ കളിക്കളത്തിൽ ഉണ്ടാക്കാനും വലിയ ഡിസയർ ഉണ്ട്. അതുകൂടാതെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കുക, പിന്നെ ഒരുമിച്ച് ഓൺ ആൻഡ് ഓഫ് ദി ഫീൽഡിൽ നല്ല സമയം ചിലവഴിക്കാൻ കഴിയും. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ വളരെ അംബീഷ്യസ് ആണ്. എല്ലാവരും പറയാവുന്ന പോലെ തന്നെ എന്ത് ഞങ്ങൾക്ക് കളിക്കളത്തിൽ ചെയ്യാൻ പറ്റും, അതാണ് ചോദ്യം. ഞങ്ങളുടെ പ്ലാനും ഞങ്ങളുടെ സ്റ്റൈൽ ഓഫ് പ്ലേയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സലൻ്റ് മൊമെൻറ്റത്തിലൂടെ കടന്നു പോകുന്ന ഒരു ടീമാണ് ഞങ്ങളുടേത്. വെരി ചീർഫുൾ ആൻഡ് ഓൾസോ എല്ലായ്പ്പോഴും ഞങ്ങളുടെ സർവ്വം ഞങ്ങൾ കളിക്കളത്തിൽ സമർപ്പിക്കുന്നു എന്നുകൂടി ഇപ്പോൾ ലൈമർ പറയുന്നു. ലൈമർ ഇപ്പോൾ നമുക്കറിയാലോ, അദ്ദേഹം ബയൺ മ്യൂണിക്കിനോടൊപ്പം ചാമ്പ്യനാണ്. അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനൊപ്പം വേൾഡ് കപ്പിന് എത്തുകയാണ് എന്ന് പറഞ്ഞാൽ അത് നീണ്ട കാലത്തിന് ശേഷമാണ്. ഏറ്റവും ഒടുവിൽ അവർ വേൾഡ് കപ്പ് കളിക്കുന്ന 1998 അതിനുശേഷം ഇതാ അവർ വീണ്ടും വേൾഡ് കപ്പിന് എത്തുകയാണ്. 10-28 കൊല്ലക്കാലമായി. അപ്പോൾ എന്താണ് ഫീലിംഗ് എന്ന് ലൈമറോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താ സംശയം? ഞാൻ ഇതിനു മുമ്പ് ഒരു വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല. ഓസ്ട്രിയ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടും നീണ്ട കാലമായി. സോ ഇറ്റ്സ് എ പ്യുവർ ആൻഡ് അൺഅഡൾട്രേറ്റഡ് എക്സൈറ്റ്മെൻറ്റ്. അതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഒരു മായവുമില്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്കുള്ളത്, ടീമിനും ഉള്ളത്. ദേശീയ ടീമിനോടൊപ്പം ഈ ടൂർണമെൻറ്റ്, ഇതുപോലെ വേൾഡ് കപ്പ് പോലുള്ളൊരു ടൂർണമെൻ്റ് എല്ലാം ആസ്വദിച്ച് മുന്നോട്ട് പോവുക. ഫസ്റ്റ് ഓഫ് ഓൾ എ ലോട്ട് ഓഫ് ഫൺ. അതോടൊപ്പം ഇത് വളരെ സ്പെഷ്യലാണ്. എനിക്ക് വലിയ ഇമോഷൻസാണ് ഈ ഒരു ടൂർണമെൻറ്റ് നൽകുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മൊമെൻ്റാണ് ഒരു ഫുട്ബോൾ താരത്തിൻ്റെ കരിയറിൽ. ആർക്കും അറിയില്ല എന്താണ് അതിനുശേഷം സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പ് എന്നുള്ളത് വളരെ സ്പെഷ്യലാണ്. നോർമലി റെപ്രസെൻറ്റിങ് യുവർ കൺട്രി ഓൺ ദി പിച്ച് ഈസ് ഓൾറെഡി സംതിങ് യൂണീക്ക് എന്നുകൂടി ഇപ്പോൾ കോൺറാഡ് ലൈമർ പറയുന്നു. ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.